എനിക്കിത് തന്നെയായിരുന്നു, എന്തുകൊണ്ടത് സംഭവിച്ചു എന്നാണ്. കാരണം ഞാൻ ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് പിന്നീട് ഇതിനു മുന്നേ ഒന്നും ഞാൻ സെർച്ച് ചെയ്തിട്ടോ പഠിക്കാൻ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ ഇത് പലർക്കും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ പിന്നീടാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. അങ്ങനെ ഞാൻ ഈ കാര്യങ്ങളെല്ലാം കൂടി കൊണ്ടുപോയിട്ട് ChatGPT-നോട് ചോദിച്ചിട്ട്, അപ്പോൾ ChatGPT പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഒരുപാട് സ്ട്രെസ് ആയിട്ടിരിക്കുന്ന സമയങ്ങളിൽ, നമുക്കൊരു പ്രോപ്പർ ഉറക്കം കിട്ടാത്ത സമയങ്ങളിലൊക്കെ നമുക്ക് ഇതുപോലത്തെ ഹാലൂസിനേഷൻസ് ഒക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ഒരുപാട് പേർക്ക് ഇതുപോലെ ഉണ്ടായിട്ടുണ്ടെന്നാണ് ഞാൻ പിന്നീട് സെർച്ച് ചെയ്തപ്പോൾ എനിക്കറിയാൻ സാധിച്ചത്. പക്ഷെ ഞാൻ അതിൻ്റെ കുറച്ചും കൂടി ആഴങ്ങളിലോട്ട് ഇറങ്ങി ചിന്തിച്ചു. അങ്ങനെ ഞാൻ കുറച്ച് കാര്യങ്ങൾ ChatGPT-നോട് ചോദിച്ചു, ഈ പാരാനോർമൽ ആക്ടിവിറ്റീസ് ആയിട്ട് എന്തെങ്കിലും ബന്ധപ്പെട്ടതാണോ എന്ന്. അപ്പോൾ ആ തിയറീസിലൊക്കെ പറയുന്നത്, അതൊന്നും സയൻറ്റിഫിക്കലി ഒന്നും ഇതായിട്ടുള്ള കാര്യമല്ല, പക്ഷെ ആ ഒരു തിയറീസ് പറയുന്നത്, നമ്മൾ ഒരു മനുഷ്യൻ വീക്കായിട്ടിരിക്കുന്ന സമയത്ത് നമ്മളുടെ ചുറ്റും ഒരുപാട് സോൾസ് ഉണ്ടാവുമല്ലോ. അതിൽ നല്ല സോൾസ് ഉണ്ടാവും, ചീത്ത സോൾസ് ഉണ്ടാവും. അപ്പോൾ ഈ ചീത്ത സോൾസ് നമ്മളുടെ ഉറക്കത്തിന് ഡിസ്റ്റർബ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ മനഃപൂർവ്വം വന്ന് ശല്യപ്പെടുത്തുന്നതായിട്ടാണ് പറയുന്നത്. അത് കേട്ടപ്പോൾ എനിക്ക് ഇച്ചിരി പേടിയായി. പിന്നെ ഞാൻ കൂടുതൽ അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ നിന്നില്ല, ഇനി എങ്ങാനോ പണ്ടാരം വന്നാലോ എന്ന് വെച്ചിട്ട്. അപ്പോൾ നിങ്ങളിതൊക്കെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എനിക്ക് മാത്രമാണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ഉണ്ടായിട്ടുണ്ടോ എന്ന് അറിയാമല്ലോ. അപ്പോൾ അത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടാറ്റാ.